ഹായ് ഹലോ. ഇന്ന് നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള പലഹാരം. ഇതിൽ എണ്ണയൊന്നും ചേർക്കുന്നില്ല. എണ്ണയൊന്നും ചേർക്കാതെ സ്കൂൾ വിട്ട് കുട്ടികളെല്ലാം വരുമ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം. ഇത് തയ്യാറാക്കാൻ വേണ്ടി പത്തരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നൈസായി പൊടിച്ച് വറുത്തെടുത്ത പൊടി തന്നെ എടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം, 1 കപ്പ് പൊടി എടുക്കുമ്പോൾ 1 കപ്പ് വെള്ളം എടുക്കണം. 1 കപ്പ് വെള്ളം, ആ വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം ഒന്ന് തിളച്ച് വരണം. ഉപ്പ് വെള്ളത്തിൽ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. വെള്ളത്തിന് ഉപ്പ് രസം ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ആകുമ്പോൾ മാവ് കുഴക്കുമ്പോൾ പാകത്തിന് ഉപ്പ് ഉണ്ടാവും. ഇനി ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് അരിപ്പൊടി ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഈ അരിപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ അരി കഴുകി ഉണക്കി മില്ലിൽ പൊടിച്ച് വറുത്തെടുത്ത പൊടിയാണ്. ഈ പൊടി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് അറിയേണ്ടവർ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഇനി ഒരു ബൗളിലേക്ക് അതിൽ നിന്ന് 1 കപ്പ് പൊടി എടുത്തതിന് ശേഷം 1 കപ്പ് ഈ തിളപ്പിച്ച വെള്ളം 1 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുമിച്ച് ഒഴിക്കണ്ട. അര കപ്പ് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ബാക്കി കൂടെ ഒഴിച്ചു കൊടുക്കുക. എല്ലാ പൊടിക്കും ഒരുപോലെ ആയിരിക്കില്ല വെള്ളം വേണ്ടി വരിക. അത് നോക്കിയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരക്കപ്പ് ചേർത്ത് ഇളക്കി കൊടുത്തു. ബാക്കി വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കേണ്ട പാകത്തിൽ തണുത്ത് വരണം. കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പാകത്തിൽ ഇതൊന്ന് തണുക്കണം. ഒന്നിത് അടച്ച് വെക്കാം. ഇനി ഒരു ഇളം ചൂടോടെ തന്നെ ഇത് കുഴച്ചെടുക്കണം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്ക് തന്നെ പഞ്ചസാരയെല്ലാം ഒന്ന് അലിഞ്ഞ് തേങ്ങയിൽ പിടിച്ച് കിട്ടും. ഈ സമയത്ത് ഇതിലേക്ക് ഏലക്കായപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി അരിപ്പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് ഇളം ചൂടോടെ കുഴച്ചെടുക്കണം. ഈ ചൂടോടെ തന്നെ കുഴച്ചെടുക്കുമ്പോൾ ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. കയ്യിൽ എണ്ണയോ നെയ്യോ തേച്ച് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അല്ലെങ്കിൽ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് കുഴച്ചെടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ എണ്ണയോ നെയ്യോ തേച്ച് ഇതുപോലെ കുഴച്ചെടുക്കണം. നല്ല പോലെ കുഴച്ചെടുക്കണം. ഈ മാവ് കുഴച്ചെടുക്കുന്ന പോലെ ഇരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ സോഫ്റ്റ്നെസ്. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നല്ല പോലെ കുഴച്ചെടുക്കണം. ഇനി ഇത് കൈ കുറച്ച് വെള്ളത്തിൽ മുക്കുക, അല്ലെങ്കിൽ കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണയോ തടവി കൊടുക്കുക. എണ്ണ തടവി കൊടുത്താലും നെയ്യോ തടവി കൊടുത്താലും മതി. അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ മുക്കിയിട്ട് മാവ് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഉരുളയാക്കി എടുക്കണം. ഉരുളയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ നടുവിൽ ഇതുപോലെ എല്ലാ വശവും ഒരുപോലെ വരുന്നത് വിധത്തിൽ കുഴി ഉണ്ടാക്കണം. ഇനി അതിന് നടുക്ക് തേങ്ങയും പഞ്ചസാരയും വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ചെയ്താൽ മതി. ഇത് ഉരുളിയാക്കിയിട്ട് കുഴി റെഡിയാക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും ഒരുപോലെ വരണം. മാവ് അധികം കട്ടിയാവാൻ പാടില്ല. കുറച്ച് നേരിയതായിട്ട് തന്നെ ഉരുട്ടിയെടുക്കണം. ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കുക. ഇനി ഇത് കുറച്ച് തേങ്ങാപ്പൊടിയിലേക്ക് ഇട്ട് ഒന്ന് ഉരുട്ടിയെടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയും നല്ല ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെ മുഴുവനും ഇതുപോലെ ഉരുളയാക്കി അതിൽ മാവ് വെച്ച് പഞ്ചസാരയും തേങ്ങയും വെച്ച് ഈ തേങ്ങാപ്പൊടി തേങ്ങ ഒന്ന് പൊടിച്ച് എടുത്തതാണ്. തേങ്ങയിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം ഒരു പ്ലേറ്റിൽ നെയ്യ് തടവി കൊടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കണം.
മുഴുവനും ഇതുപോലെ ഉരുളിയാക്കി എടുക്കുന്നുണ്ട്. പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഈ ഉരുള ഓരോന്നായിട്ട് വെച്ചു കൊടുത്ത് ഇനി ഇഡ്ഡലി പാത്രം അടുപ്പിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായ ആവി പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കണം. ഇനി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കാം. തുറന്നതിന് ശേഷം ഓഫ് ചെയ്ത് കുറച്ച് തണിയാൻ വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ ഇത് പാത്രത്തിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. അത്രയ്ക്ക് സോഫ്റ്റാണ്. പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് ചൂടോടെ എടുത്തു കഴിഞ്ഞാൽ ഇത് പൊട്ടും. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമുള്ള നമ്മുടെ അരി കൊണ്ടുള്ള പലഹാരം റെഡിയായി. മധുര കുഴക്കട്ട ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ഇതിൽ പാൽപ്പൊടി ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കുഴക്കട്ടക്ക്. ഇതുപോലെ പാൽപ്പൊടി ചേർത്തിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കും, പ്രത്യേക ടേസ്റ്റാണ്. നല്ല രസമാണിത്. താങ്ക് യു ഫോർ വാച്ചിങ്.